Good afternoon. Good afternoon. Good afternoon. Good afternoon. Page number 67. Okay, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ കഴിഞ്ഞ ക്ലാസ്സിലെ ട്രൈയേജ് ആണ് എടുത്തത് അല്ലേ? ആഫ്റ്റർനൂൺ ട്രൈയേജില് നമ്മൾ 4 കാറ്റഗറീസ് പഠിച്ചിരുന്നു. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 ആൻഡ് 4. കാറ്റഗറി 1 എങ്ങനത്തെ കാറ്റഗറീസ് ആണ്? ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത്. കാറ്റഗറി 2 ഡിലേഡ് ട്രീറ്റ്മെന്റ്, കാറ്റഗറി 3 മിനിമം ട്രീറ്റ്മെന്റ് ആൻഡ് കാറ്റഗറി 4 എക്സ്റ്റൻഡഡ് ട്രീറ്റ്മെന്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ടാഗിംഗ് ആണ്. ടാഗിംഗ് പറഞ്ഞിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഇല്ല. ഓക്കെ, നമ്മള് ട്രയേജ് അനുസരിച്ചിട്ട് ട്രയേജ് ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ടാഗ് ദം അപ്രോപ്രിയറ്റ്ലി. സോർട്ട് ചെയ്തതിനു ശേഷം പേഷ്യന്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ടാഗ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ? അതായത് അവരുടെ കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പേഷ്യന്റിന് ടാഗിങ് കൊടുക്കുന്നത്. അപ്പൊ ഓരോ കളേഴ്സും ഓരോന്നിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പേജ് നമ്പർ 67. പേജ് നമ്പർ 67.
priority for removing patient from disaster site. ഇങ്ങനെയാണ് ക്രിട്ടിക്കൽ പേഷ്യൻസിന് നമ്മൾ ഫസ്റ്റ് എന്താണ് റെഡ് ടാഗ് ആണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ക്രിട്ടിക്കൽ പേഷ്യൻസിന് റെഡ് ടാഗ്, അർജന്റ് പേഷ്യൻസിനോ യെല്ലോ കളർ ടാഗ് സെക്കൻഡ്. ദെൻ വാക്കിംഗ് വുണ്ടഡ് പേഷ്യന്റ്, വാക്കിംഗ് വുണ്ടഡ് പരിക്കേറ്റിട്ട് എന്താണ് നടക്കാൻ പറ്റുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ് അധികം സീരിയസ്നെസ് ഇല്ലാത്ത കേസസ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഗ്രീൻ ടാഗ്, എനി ഡൈയിങ് ബ്ലാക്ക് ടാഗ് അറ്റ് ലാസ്റ്റ് കേട്ടോ. കളറുകള് ക്രിട്ടിക്കൽ പേഷ്യൻസിന് റെഡ്, അർജന്റ് പേഷ്യൻസ് യെല്ലോ, വാക്കിംഗ് വുണ്ടഡ് ഗ്രീൻ ആൻഡ് റെഡ്, എനി ഡൈയിങ് ബ്ലാക്ക് ടാഗ്. കളർ ഒന്ന് നോട്ട് ചെയ്യണേ. മനസ്സിലായല്ലോ? ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റാർട്ട്, START, സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. എന്താണ് സ്റ്റാർട്ട് എന്ന് നോക്കാൻ മുമ്പ് സ്റ്റാർട്ട് ആൻഡ് എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. S for simple, T for triage, and then R for rapid, T for treatment. കേട്ടോ, പേര് അണ്ടർലൈൻ ചെയ്യാം. എന്താണ് സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? It's a method of quickly recognizing victims who have immediately life-threatening injuries and who have the best chance of surviving. എന്താണ് സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്ത് പ്രോസസ് ആയിരിക്കും അത്? ട്രയേജ് എന്താണെന്ന് അറിയാം അല്ലെ? അപ്പൊ സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അറിയോ? പെട്ടെന്ന് തിരിച്ചറിയുന്ന രീതിയിൽ തന്നെ എന്താണ് വിക്ടിംസിന് ഇമ്മീഡിയറ്റ് ആയിട്ട്, പ്രത്യേകിച്ച് ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസ് ഉള്ള പേഷ്യൻസിനൊക്കെ എന്താണ് പെട്ടെന്ന് തന്നെ തരംതിരിച്ചിട്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്ന ഒരു പ്രത്യേക പ്രക്രിയയാണ്. എന്താ സഡൻ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പ്രക്രിയയാണ് സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒന്നിലേക്ക് നമുക്കറിയാലോ ഉടനടി ജീവന ഭീഷണി ആയിട്ടുള്ള ഏറ്റവും ക്രിട്ടിക്കൽ കണ്ടീഷനുള്ള പേഷ്യൻസ് ഉണ്ടാവും അല്ലെ, എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ്സ് എടുക്കുന്ന ഒരു പ്രോസസ് ആണ് എന്താ സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. എത്രയും പെട്ടെന്ന്, വളരെ പെട്ടെന്നായിരിക്കും ഇത് ഒരു പ്രോസസ്സോടെ നടത്തപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പുകൾ വരുന്നത്? സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? First step in START is sort out victims into ambulatory and non-ambulatory by giving verbal instructions. Okay, first step എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റാർട്ടിന്റെ? സ്റ്റാർട്ട് എന്താന്ന് മനസ്സിലായോ? സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് എന്താന്ന് മനസ്സിലായോ? ഓക്കെ, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സോർട്ട് ഔട്ട് ചെയ്യണം അല്ലെ, പേഷ്യൻസിന് നമ്മള് സോർട്ട് ഔട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് അല്ലെ. പ്രത്യേകിച്ച് എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്യുന്നത്? ആംബുലേറ്ററി പേഷ്യൻസ് എന്നും നോൺ ആംബുലേറ്ററി പേഷ്യൻസ് എന്നുള്ള രീതിയിൽ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതായത് വെർബൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും, അവരതിനനുസരിച്ചിട്ടാണ് നമ്മളെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് പേഷ്യൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ് ആണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് നോക്കുന്നത്? റെസിപ്പിറേഷൻ നോക്കും അല്ലെ. റെസിപ്പിറേഷൻ എങ്ങനെ നോക്കുന്നത്? ശ്വസനം 30 മിനിറ്റ്സ് ബീറ്റിന് താഴെയുള്ള പേഷ്യൻസ് ആണോ എന്ന് നോക്കുക അല്ലെ. 30 ബീറ്റ്സിന് താഴെയുള്ളവര്. ഓക്കെ, റെസിപ്പിറേഷൻ ലെസ് ദാൻ 34 മിനിറ്റ്സ്. ഓക്കെ, റെസിപ്പിറേഷൻ നോക്കിയതിനു ശേഷം പെർഫ്യൂഷൻ നോക്കും. വാട്ട് ഈസ് പെർഫ്യൂഷൻ? അതിലെ പെർഫ്യൂഷൻ നമ്മൾ രണ്ട് രീതിയിലാണ് നോക്കുന്നത്. അതായത് ബ്ലഡ് ഫ്ലോസ് ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. ഓക്കെ, ഒന്ന് റേഡിയൽ പൾസ് പ്രസന്റ് ആണോ പ്രസന്റ് അല്ലയോ എന്ന് നോക്കും. ഓക്കെ, പൾസ് അറിയാലോ, റേഡിയസ് പൾസ് പ്രസന്റ് ആണോ ഇല്ല എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുന്നു. ദെൻ അതിനുശേഷം എന്ത് നോക്കുന്നു? കാപ്പിലറി റീഫിൽ ടെസ്റ്റ് ചെയ്യുന്നു. ശ്രദ്ധിക്കണേ, കാപ്പിലറി റീഫിൽ ടെസ്റ്റ് ആണ് ഇത് ചെയ്യുന്നത്. അതായത് ഇതിന് ബ്ലാഞ്ച് ടെസ്റ്റ് എന്ന് പറയും. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ നെയിൽ ഡോക്ടേഴ്സ് നമ്മുടെ നെയിൽ ബെഡില്ലേ, അതായത് നമ്മുടെ നഖത്തിന്റെ തൊട്ടടുത്തായിട്ട് കുറച്ചൊരു 2 സെക്കൻഡ്സ് ഇങ്ങനെ അമർത്തി പിടിക്കും. അമർത്തി പിടിച്ചതിന് ശേഷം എന്താണ്, പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു 2 സെക്കൻഡ്സ് കഴിയുമ്പോ എന്താണ്, കൈ വിട്ട് കഴിയുമ്പോ റെഡ് കളറിൽ കാണുന്നുണ്ടെങ്കിൽ എന്താണ്, കൃത്യമായിട്ട് ആൾക്ക് ബ്ലഡ് ഫ്ലോ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അഥവാ വൈറ്റ് കളറിലാണെങ്കിൽ എന്താണ്, ബ്ലഡ് ഫ്ലോ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും.
ഓക്കെ, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ എന്തെങ്കിലും നിർജ്ജലീകരണം ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് എന്താ കാപ്പിലറി റീഫിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ബ്ലാഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. ബ്ലഡിന്റെ ഫ്ലോ ഇവാലുവേറ്റ് ചെയ്യാൻ അവിടെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഈ ഒരു പ്രോസസ്സ് കണ്ടിട്ടുണ്ടോ? ഡോക്ടേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അത് ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? മെന്റൽ സ്റ്റാറ്റസ് നോക്കും പേഷ്യന്റിന്റെ. മെന്റൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? വെദർ ഹി ഓർ ഷീ ക്യാൻ ഫ്ലോ കമാൻഡ്സ്, ഫോളോ കമാൻഡ്സ്, ഫ്ലോ അല്ലാട്ട ഫോളോ കമാൻഡ്സ്. അതായത് ഡോക്ടേഴ്സിൽ നിന്ന് നമ്മളോട് പറയില്ലേ കുറെ കമാൻഡ് ചെയ്യും, നിങ്ങളൊന്ന് കാല് എന്താണ് ഒന്ന് ചെടഞ്ഞു കിടക്കാമോ, ഒന്ന് കൈകൾ ഉയർത്താമോ, അങ്ങനെ കമാൻഡ് ചെയ്യും. ആള് റെസ്പോൺഷ്യസ് ആണോ, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്താണ്, അതായത് മെന്റൽ സ്റ്റാറ്റസ് മെഷർ ചെയ്യണം. ആൾ ഓക്കെ ആണെങ്കിൽ എന്താണ് ഡോക്ടേഴ്സ് ചോദിക്കുന്നതിനൊക്കെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യും. അല്ല എന്താണ് ഒട്ടും ഒട്ടും റെസ്പോൺസീവ് അല്ലെങ്കിൽ എന്താണ് ആളുടെ മെന്റൽ സ്റ്റാറ്റസ് ഓക്കെ അല്ലെന്ന് തിരിച്ചറിയാനായിട്ടും സാധിക്കും. ഓക്കെ, ഡോക്ടേഴ്സ് പറയുന്ന കമാൻഡുകൾക്ക് ആള് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ നോക്കലാണ് എന്ത് മെന്റൽ സ്റ്റാറ്റസ് മെഷർ ചെയ്യാന്ന് പറയുന്നത്. ഇനി ഓക്കെ, ദെൻ ട്രീറ്റ്മെന്റ് ഡ്യൂറിങ്. ഇത്തരം കാര്യങ്ങൾ ചെയ്തതിനു ശേഷം എന്താണ് ട്രീറ്റ്മെന്റ് ഡ്യൂറിങ് സ്റ്റാർട്ട്. എന്തൊക്കെ രീതിയിലാണ് അതിന്റെ സ്റ്റാർട്ടിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്? ഒന്ന് എയർവേ ഓപ്പൺ ചെയ്യൽ, ഓപ്പൺ ദ എയർവേ. ബ്ലീഡിംഗ് ഇടയിൽ എന്താണ് ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ എലവേറ്റ് ലെഗ്സ് ഫോർ ഷോക്ക്. എലവേറ്റ് ലെഗ് ഫോർ ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എലവേറ്റ് ലെഗ്സ് ഫോർ ഷോക്ക് എന്തായിരിക്കും പറയുന്നത്? നമ്മൾ എന്തെങ്കിലും ഇഞ്ചുറീസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് കൈ കാലുകൾ, പ്രത്യേകിച്ച് കാലുകൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡോക്ടേഴ്സ് ഉയർത്തിയും താഴ്ത്തിയൊക്കെ നോക്കാറുണ്ട്. നമ്മൾ പറയില്ല രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഈ ഇത്തരം എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നതിന്റെ ചിലപ്പോൾ ഏതെങ്കിലും ഓർഗൻസിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ രക്തം കട്ടപിടിച്ചെടുക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടായേക്കാം അല്ലെ. അപ്പൊ അത്തരം രീതിയിൽ അത് കട്ടപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കൈകാലുകളൊന്ന് ഉയർത്തുകയും താഴ്ത്തുകയൊക്കെ ചെയ്തിട്ടായിരിക്കും ഡോക്ടേഴ്സ് ആ ഒരു സമയത്ത് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ നമ്മൾ അനക്കാതിരിക്കുന്ന പക്ഷം ചിലപ്പോൾ ഏതെങ്കിലും ഓർഗൻസ് ചിലപ്പോ പ്രവർത്തിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ആ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ എന്താണ് ആ കാലുകളും ഉള്ളിലേക്കും താഴത്തോട്ടൊക്കെ ഉയർത്തും കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്താണ്? സഡൻ ട്രീറ്റ്മെന്റ്സ് കൊടുക്കണം അല്ലെ. സിറ്റുവേഷൻസ് നോക്കിയിട്ട് പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസ് ഉള്ള പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കുക എന്നൊരു ദൗത്യമാണ് അവിടെ ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന് നമ്മൾ ആംബുലേറ്ററി പേഷ്യൻസ് നിന്നും നോൺ ആംബുലേറ്ററി പേഷ്യൻസ് എന്ന രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്യുന്നു. ദെൻ വെർബൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. റെസിപ്രേഷൻ എത്ര വീക്സിൽ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നു. പെർഫ്യൂഷൻ ചെക്ക് ചെയ്യുന്നു. പെർഫ്യൂഷൻ എന്താണ്? ബ്ലഡിന്റെ ഫ്ലോ ഇവാലുവേറ്റ് ചെയ്യാനല്ലേ. അതിന്റെ ഒപ്പം തന്നെ എന്താണ് നമ്മൾ പൾസ് റേറ്റ് പ്രസന്റ് ആണോ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. ഇതൊരു കാപ്പിലറി റീഫിൽ ടെസ്റ്റ്, അതായത് ഒരു ബ്ലാഞ്ച് ടെസ്റ്റ് നമ്മുടെ നെയിൽ ബെഡിലാണ് ചെയ്തത്. നെയിലിന്റെ ഒരു ഭാഗത്ത് നമ്മൾ നല്ല രീതിയിൽ 2 സെക്കൻഡ്സ് നേരം എന്താണ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം എന്താണ് 2 സെക്കൻഡ്സ് കഴിയുമ്പോൾ കൈ വിടുന്നതിന് ശേഷം എന്താണ് അവിടെ ബ്ലഡിന്റെ ഫ്ലോ നല്ല റെഡ് കളർ ആയിരിക്കും അല്ലെങ്കിൽ വൈറ്റ് കളറിലായിരിക്കും കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ അതിന്റെ മെന്റൽ സ്റ്റാറ്റസ്, പേഷ്യൻസിന്റെ മെന്റൽ സ്റ്റാറ്റസ് കൊടുക്കും. അതായത് കമാൻഡ്സുകൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നു എന്നൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആ സമയത്ത് എന്താണ് എയർവേ ഓപ്പൺ ചെയ്യുന്നു, ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ എന്താണ് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൈകാലുകൾ നല്ല രീതിയിൽ ഉയർത്തുകയും താഴ്ത്തുകയൊക്കെ ചെയ്തിട്ട് അത്തരം രീതിയിലാണ് അവർ സ്റ്റാർട്ടിങ് പ്രോസസ്സ് നടത്തുന്നത് കേട്ടോ. മനസ്സിലായോളം വരെ പറഞ്ഞത്? ഇനി നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, ഇപ്പൊ പറഞ്ഞ സ്റ്റാർട്ടിന്റെ പ്രോസസ്സുകൾ നമ്മൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. PDF-ല് എഴുതിയിരിക്കുന്നത് ഓക്കെ. ഓക്കെ, ഒന്ന് നോക്കാം എങ്ങനെയാണ് ഈ ഒരു സ്ട്രാപ്പ് ട്രയലേജ് പ്രക്രിയ നടക്കുന്നത്.
So patient is breathing. Patient breathe ചെയ്യുന്നുണ്ടെങ്കിൽ yes or no എന്ന് പറഞ്ഞിട്ടുണ്ട്. No ആണെങ്കിലോ open the patient airway. Okay. Patient airway open ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നോ ആണെങ്കിൽ ഓൾറെഡി ആൾ എന്താണ് മരിച്ചുകൊണ്ടിരിക്കുക നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഇനി എയർവേ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലൊരു ബ്രീത്ത് ഉണ്ടെങ്കിലോ യെസ് എന്നാണെങ്കിൽ എന്ത് കൊടുക്കും നമ്മള് ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കും. ഓക്കെ, അതൊരു ശ്രദ്ധിച്ച്. പേഷ്യന്റ് ബ്രീത്തിങ് ഉണ്ടെങ്കിൽ ബ്രീത്തിങ് നോ ആണെങ്കിൽ ഇല്ലെന്നാണെങ്കിൽ നമ്മൾ എയർവേ ഓപ്പൺ ചെയ്യുന്നു. എയർവേ ഓപ്പൺ ചെയ്തിട്ടും അത് നോ എന്നാണെന്നുണ്ടെങ്കിൽ എന്താണ് ആള് മരിക്കുകയാണ് അല്ലെ. അല്ലെങ്കിൽ ബ്രീത്തിങ് ചെറിയ രീതിയിൽ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആൾക്ക് കെയർ കൊടുക്കും. ഓക്കെ, ഇനി ബ്രീത്തിങ് ഉണ്ടെങ്കിൽ എന്ത് നോക്കും നമ്മള് എത്ര ബീറ്റ്സിൽ കൂടുതലാണ് എത്ര ബീറ്റ്സിൽ കുറവാണെന്ന് ചെക്ക് ചെയ്യും അല്ലെ. 30 ബീറ്റ്സിൽ കൂടുതലാണോ അല്ലെങ്കിൽ 30 ബീറ്റ്സിൽ കുറവാണോ എന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നു. ഇനി 30 ബീറ്റ്സിൽ കൂടുതലാണെങ്കിൽ എന്താണ് എന്തെടുക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കും. ഓക്കെ, ദെൻ കുറവാണെങ്കിലോ റേഡിയൽ പൾസ് പ്രസന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും കേട്ടോ. റേഡിയൽ പൾസ് പ്രസന്റ് ആണോ, പ്രസന്റ് അല്ല എങ്കിൽ എന്താണ് നോ എന്നാണെങ്കിലോ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യും, ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കും. ഓക്കെ, റേഡിയൽ പൾസ് പ്രസന്റ് അല്ലെങ്കിൽ എന്താണ് ബ്ലീഡിങ് കൺട്രോൾ ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കും. റേഡിയൽ പൾസ് ഉണ്ടെങ്കിലോ യെസ് എന്നാണെങ്കിലോ അസസ് മെന്റൽ സ്റ്റാറ്റസ്, പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റാറ്റസും അതിലേക്ക് പേഷ്യന്റിന്റെ ഡോക്ടേഴ്സ് കൊടുക്കുന്ന കമാൻഡിന് പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, കോൺഷ്യസ് ആണോ ചെക്ക് ചെയ്യും. കോൺഷ്യസ് അല്ല എങ്കിൽ എന്താണ് ഇമ്മീഡിയറ്റ്, കോൺഷ്യസ് അല്ല നോ എന്നാണെങ്കിലോ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കും. കോൺഷ്യസ് ആണെങ്കിലോ ഡിലൈഡ് കെയർ, നമ്മള് കുറവ് അതായത് കുറച്ച് വൈകിയാലും ട്രീറ്റ്മെന്റ്സ് കൊടുത്താലും മതി അല്ലെ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഒന്നുകൂടി ശ്രദ്ധിച്ചേ, ഫ്ലോ ചാർട്ട് ഒന്നുകൂടി നോക്കിയേ. പേഷ്യന്റ് ബ്രീത്തിങ് നോ എന്നാണെങ്കിൽ, ശ്വസിക്കുന്നില്ല എന്നെങ്കിൽ എന്താണ് നമ്മൾ ജസ്റ്റ് എയർവേ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾറെഡി മരണപ്പെട്ടതാണ് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ചെറിയ രീതിയിൽ ബീറ്റ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കും. ബ്രീത്തിങ് ഉണ്ടെങ്കിലോ എത്ര ബീറ്റ്സിലാണ് ബ്രീത്തിങ് ഉള്ളതെന്ന് നോക്കാം അല്ലെ. ഓക്കെ, അതില് ലെസ് ദാൻ ബ്രീത്ത് ഇപ്പൊ മിനിറ്റ്സിൽ കുറവാണെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കും. പിന്നെന്താണ് ഇച്ച് കുറവാണെങ്കിലോ കൂടുതലാണെങ്കിലല്ലേ നമ്മൾ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. എന്താ ചോദിക്കാനെ? ബ്രീത്ത് കുറവാണെങ്കിലാണോ ആൾക്ക് ഇമ്മീഡിയറ്റ് കൊടുക്കേണ്ടത്, ബ്രീത്ത് കുറവാണെങ്കിലാണോ ഇമ്മീഡിയറ്റ് കൊടുക്കേണ്ടത്? കൂടുതലാണെങ്കിൽ എന്ത് കൊടുക്കണം? കൂടുതലാണെങ്കിൽ പേഷ്യന്റ് നോർമൽ ആയിരിക്കോ? പേഷ്യന്റ് നോർമൽ ആയിരിക്കോ കൂടുതലാണെങ്കിൽ? ആണോ? നോ അല്ലെ. ഓക്കെ, യെസ്. കുറവാണെങ്കിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അല്ലെ. ഓക്കെ, യെസ്. ഇനി റേഡിയൽ പൾസ് ഇല്ലെങ്കിലോ? റേഡിയൽ പൾസ് ഇല്ലെങ്കിൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക, ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കുക. റേഡിയൽ പൾസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റേഡിയൽ പൾസ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പേഷ്യന്റ് പറയുന്ന കമാൻഡ്സിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ നോക്കുന്നു. റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിലോ ഇമ്മീഡിയറ്റ് കെയർ, ഉണ്ടെങ്കിൽ ഡിലേഡ് കെയർ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് തന്നെയാണ് ഇതിന്റെ ഫ്ലോ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഓക്കെ, ടെക്സ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കിടപ്പുണ്ടോ? നിങ്ങളുടെ ഫ്ലോ ചാർട്ടിലെ ടെക്സ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഓക്കെ,
യെസ്. ഇപ്പൊ ഡിസാസ്റ്റർ ഫേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോയിന്റ്സും കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ്സ് ആണ്. ഓക്കെ, ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡുകളാണ്. എത്ര കോഡുകൾ ഉണ്ടെന്ന് അറിയോ ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ്സില്? ഓൾറെഡി നിങ്ങൾക്ക് ബ്ലൂ അറിയാൻ പറ്റും അല്ലെ? ബ്ലൂവും റെഡും അറിയാൻ പറ്റും. ബ്ലൂ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ബ്ലൂ കാർഡിയാക് അറസ്റ്റ്. റെഡോ? ഫയർ. ഓക്കെ, അപ്പൊ ഓരോ ഡിസാസ്റ്റർ അനുസരിച്ചിട്ട് അവിടെ എങ്ങനെയൊക്കെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ഇങ്ങനെ താഴേക്കാണ് കേട്ടോ, ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടാണ് നമ്മൾ നോക്കേണ്ടത് ഓരോ കോഡും. അതില് ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡിലെ ഫസ്റ്റ് വരുന്ന എന്താണ്? കോഡ് റെഡ് ആണ്. ഓക്കെ, റെഡ് ഫയർ എങ്ങനെയൊക്കെ സംഭവിക്കാം? ഫയറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെല്ലാം ഈ ഒരു കോഡ് റെഡിലാണ് നമ്മൾ ഉൾപ്പെടുന്നത് കേട്ടോ. ഫയർ, സ്മോക്ക് ഓർ ദ ഓർഡർ ഓഫ് സംതിങ് ബേണിംഗ്, ഇനീഷ്യേറ്റ് കോഡ് റെഡ്, ടീം അലേർട്ട് ആസ് പെർ ദ ഫയർ മാനുവൽ ഇൻഫോ 5000. ഓക്കെ, ഫയർ ഫസ്റ്റ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഫയർ ആണെങ്കിൽ നമ്മൾ പുറപ്പെടുവിക്കുന്ന കോഡ് എന്ന് പറയുന്നത് എന്താണ്? റെഡ് ആണ്. അതിപ്പോ എന്തെങ്കിലും സ്മോക്കോ മറ്റെന്തെങ്കിലും പുകപടലങ്ങളോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ബേൺ ചെയ്യുന്ന ഗന്ധം അങ്ങനെ എന്തും റിലേറ്റഡ് ആയിട്ട് വരുന്നതാണെങ്കിൽ എന്താണ്? കോഡ് റെഡ് തന്നെയാണ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ അലേർട്ടേഷൻ ആയിട്ട് നമ്മൾ ആ ഒരു ഫയർ മാനുവലിനെ ഇൻഫോം ചെയ്യുന്നതിന് ഏതൊരു നമ്പറാണ് സൂചിപ്പിക്കുന്നത്? 5000 എന്നൊരു മാനുവൽ നമ്പർ ആണ് നമ്മളത് ഫയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് അറിയിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ കോഡ് റെഡ് പുറപ്പെടുവിക്കുന്നത്? ഓക്കെ, നോട്ടിഫൈ ദ ടെലിഫോൺ ഓപ്പറേറ്റർ 9. അതായത് കോഡ് റെഡ്, അതായത് ഫയർ എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മള് ടെലിഫോൺ ഓപ്പറേറ്റർ 9 എന്ന കോഡിൽ നമ്മൾ എന്താണ് ഒരു പ്രോട്ടോകോൾ സ്റ്റാർട്ട് ചെയ്യും. ആ പ്രോട്ടോകോളിന്റെ പേരാണ് എന്ത്? റേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫയർ ഉണ്ടാവുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് എന്ത്? റേസ് പ്രോട്ടോകോൾ. അതിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പഠിക്കുന്നത്. അതിലെ ആർ എന്താണ്? റെസ്ക്യൂ ഓർ റിമൂവ് എവറിവൺ ഫ്രം ഇമ്മീഡിയറ്റ് ഡേഞ്ചർ. ആർ എന്തിനെ സൂചിപ്പിക്കുന്നു? റെസ്ക്യൂ റിമൂവ് എന്ന് പറയുന്നത് എന്താണ്? ആ പ്രദേശത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ ഡേഞ്ചർ സിറ്റുവേഷൻസിൽ നിന്നും ആളുകളെ നമ്മൾ മാറ്റുക. അതാണ് എന്ത്? ആർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ദെൻ എ എന്തിനെ സൂചിപ്പിക്കുന്നു? ആക്ടിവേറ്റ് എ ഫയർ അലാം. എ എന്താണ്? ആക്ടിവേറ്റ് എ ഫയർ അലാം. അതായത് ഈ ഒരു റേസ് പ്രോട്ടോകോളിന്റെ നെക്സ്റ്റ് വരുന്ന എന്താണ്? നമ്മള് ആൾക്കാരെ റിമൂവ് ചെയ്തതിന് ശേഷം എന്താണ് പിന്നീട് എന്താണ്? ഫയർ അലാം ആക്ടിവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് C4. സി എന്തിനെ സൂചിപ്പിക്കുന്നു? സി എന്താണ്? കൺഫൈൻ സ്മോക്ക് ആൻഡ് ഫയർ ആൻഡ് ക്ലോസ് ഓൾ ദ ഡോർസ്. സി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കൺഫൈൻ. കൺഫൈൻ മീൻസ് എന്താണ്? അതിനെ സജീവമാക്കി നമ്മൾ ഒതുക്കുക അല്ലെ? ആ ഒരു പ്ലേസിനെ അല്ലെങ്കിൽ എന്താണ് ആ സ്മോക്കിനെ ഒക്കെ നമ്മൾ എല്ലാ ഡോർസും ക്ലോസ് ചെയ്തതിനു ശേഷം എന്താണ് ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? കൺഫൈൻ ചെയ്യുക, അതിനെ സജീവപ്പെടുത്തുക. ഓക്കെ, ദെൻ ഇ എന്തിനെ സൂചിപ്പിക്കുന്നു? റേസ് പ്രോട്ടോകോളിൽ ഇ എന്തിനെ സൂചിപ്പിക്കുന്നു? എക്സ്റ്റിങ്ക്യൂഷ് ദ ഫയർ ഇഫ് പോസിബിൾ, നോട്ട് അലൗ അതേഴ്സ് ബൈ ഷൗട്ടിംഗ് കോഡ് റെഡ്. എക്സ്റ്റിങ്ക്യൂഷ് എന്താണ്? കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങള് എക്സ്റ്റിങ്ക്യൂഷർ കണ്ടിട്ടില്ലേ? ആ ഫയർ നമ്മൾ എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. അതോടുകൂടി എന്താണ്? യെസ്, അത് നിയന്ത്രിക്കുന്നതാണ് എന്താ? നിയന്ത്രിക്കുന്നതിനെയാണ് നമ്മൾ അലൗഡ് അതേഴ്സ് ബൈ ഷൗട്ടിംഗ്. ദെൻ ഇ എന്ന് സൂചിപ്പിക്കുന്നത് നമ്മളെ പുറപ്പെടുവിച്ച കോഡ് അല്ലെങ്കിൽ ആ ഫയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ നിയന്ത്രിക്കുന്നതിനെ കൺട്രോൾ ചെയ്യുന്നതോടുകൂടി ആ പ്രോട്ടോകോൾ അവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ദെൻ ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് ഇതാണ് അനൗൺസ് ചെയ്യണം. കോഡ് റെഡ് വളരെ ഷൗട്ട് ചെയ്തിട്ടായിരിക്കണം മറ്റുള്ളവർക്കുമായിട്ട് അത് അലേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് റെസ്പോൺസ് കോഡാണ്, ഫയർ ആണ്. മറ്റുള്ളവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു കോഡ് എന്താ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, യെസ്. ഒന്നുകൂടി നോക്കാം. ടെലിഫോൺ ഓപ്പറേറ്റർ 9ലാണ് നമ്മളിത് ഈ ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്. അപ്പോ കോഡ് റെഡ് പ്രകാരം റേസ് എന്ന പ്രോട്ടോകോൾ ആണ് ഫയർ പോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ പുറപ്പെടുവിക്കുന്നത്. അതിൽ ഓരോ ലെറ്റേഴ്സും ഓരോന്നിനെയും സൂചിപ്പിക്കുന്നു.
ആർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആർ റെസ്ക്യൂ ഓർ റിമൂവ് എവരിയോൺ ഫ്രം ഇമ്മീഡിയറ്റ് ഡേഞ്ചർ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റേഞ്ചറിൽ നിന്ന് അവർ എത്രയും പെട്ടെന്ന് റിമൂവ് അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്യാനാണെന്ന് ആർ സൂചിപ്പിക്കുന്നത്. എ എന്താണ്? എ എന്തിനെ സൂചിപ്പിക്കുന്നു? ആക്ടിവേറ്റ് ഫയർ അലാം. ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫയർ അലാം അവിടെ ആക്ടിവേറ്റ് ചെയ്യണം. ദെൻ സി ഫോർ എന്താണ്? കൺഫൈൻ അഥവാ സജീവപ്പെടുത്തുക. സ്മോക്ക് അല്ലെങ്കിൽ മറ്റ് ഫയർ അല്ലെങ്കിൽ അതെല്ലാം തന്നെ എന്താണ്? സജീവപ്പെടുത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫയർ നിയന്ത്രിക്കുക. ഓക്കെ. ദെൻ അതിനുശേഷം എന്താണ്? മറ്റുള്ളവർക്ക് നമ്മൾ കോഡ് റെഡ് എന്ന ഒരു അലർട്ടേഷൻ ഷൗട്ട് ചെയ്തിട്ടായിരിക്കണം അത് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. Then in other areas or area away from alarm location, close all doors and windows even if you are not located in the alarm area. ഇനി മറ്റുള്ള ഏരിയാസ്, അതായത് ഇതിൽ പെടാതെ നിൽക്കുന്ന മറ്റു ഏരിയാസ് ഉണ്ടായിരിക്കും അല്ലെ? ഓക്കെ, അങ്ങനെയുള്ള ഏരിയാസിൽ, അങ്ങനെയുള്ള ലൊക്കേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? Close all doors and windows even you are not located in the alarm area. നമ്മൾ ആ ഏരിയാസിലേക്ക് എന്ത് ചെയ്യണം? നമ്മളതെല്ലാം ഡോർസും എല്ലാം ക്ലോസ് ചെയ്തിട്ടായിരിക്കും. അതായത് അവിടെ നിന്ന് ആ ഒരു പുക അതിനകത്തേക്ക് വരാതിരിക്കാൻ, സ്മോക്ക് ആണെങ്കിൽ എന്താണ് അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഡോർസുകളും ക്ലോസ് ചെയ്യും. ഓക്കെ. Then watch for sign for and smoke. Do not use elevators. Okay. പിന്നെ എന്താണ്? നമ്മൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണം? എന്താണ് ചെയ്യേണ്ടത്? ലിഫ്റ്റ് ഉപയോഗിക്കാൻ പാടുണ്ടോ തീപിടുത്തം ഉണ്ടാവുന്ന സമയത്ത്? തീപിടുത്തം ഉണ്ടാവുന്ന സമയത്ത് ലിഫ്റ്റ് ഉപയോഗിക്കാമോ? ഇല്ല അല്ലെ? യെസ്. Do not use elevators. Then report the assigned work area and wait for instruction. നിങ്ങൾ ആ ഏരിയ അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നത് മറ്റൊരു ഏരിയ ആണെങ്കിൽ എന്താണ്? ഒരിക്കലും എലവേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. മറ്റൊരു ഇൻസ്ട്രക്ഷൻസ് വരുന്നത് വരെ നമ്മൾ എന്താണ്? ആ ഏരിയയിൽ, അതായത് ഇൻസ്ട്രക്ഷൻ മറ്റു നിർദ്ദേശങ്ങൾ വരുന്നത് വരെ നമ്മൾ ആ ഏരിയയിൽ തുടരേണ്ടതാണ്. ഇത് മറ്റുള്ള ഏരിയയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാ ഏരിയാസിലും ആ ലൊക്കേഷൻസിലുള്ള എന്താണ്? എല്ലാ വിൻഡോസും അല്ലെങ്കിൽ ഡോർസ് ഒക്കെ ക്ലോസ് ചെയ്തതിനു ശേഷം മറ്റൊരു ഇൻസ്ട്രക്ഷൻസ് വരുന്നത് വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യും. ഒക്കെ ഒരിക്കലും ലിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മറികടക്കാനായിട്ട് ശ്രമിക്കരുത്. ഓക്കെ. Then when using extinguisher to put the fire, remember past protocol. ഇനി നിങ്ങൾ എക്സ്റ്റിങ്ക്യൂഷർ കണ്ടിട്ടുണ്ടാവും അല്ലെ? എക്സ്റ്റിങ്ക്യൂഷർ കണ്ടിട്ടില്ലേ? എക്സ്റ്റിങ്ക്യൂഷർ കണ്ടിട്ടില്ലേ? തീ അണയ്ക്കുന്ന ഉപകരണം റെഡ് കളറിലെ. യെസ്. അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. നമ്മൾ കാണുന്നത് പോലെയല്ല, ഒരു പ്രോട്ടോകോൾ പ്രകാരമായിരിക്കണം എന്ത് ഉപയോഗിക്കേണ്ടത്. അതിന് പ്രധാനമായിട്ടും പാസ് എന്നൊരു പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഓക്കെ. യെസ്. അപ്പൊ പാസിലെ ഓരോ ലെറ്റേഴ്സും ഇതേപോലെ തന്നെ ഓരോന്നിനെയും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. പി എന്താണ്? എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. പി ഫോർ പുൾ ദ പിൻ. പിൻ എന്നാണ് കേട്ടോ ടെക്സ്റ്റിൽ, അത് തെറ്റാണ്. പിന്നാക്കാം. പുൾ ദ പിൻ. എന്താണ് പുൾ ദ പിൻ എന്ന് പറയുന്നത്? അതിന്റെ അറ്റത്ത് ഒരു പിൻ ഉണ്ടായിരിക്കും. അത് എന്ത് ചെയ്യണം? നമ്മള് വലിക്കുക. ആ പിൻ എന്ത് ചെയ്യണം? നമ്മള് വലിക്കുക. ദെൻ എ ഫോർ എയിം ദ നോസിൽ എന്നാണ്. എയിം അല്ല, എയിം ദ നോസിൽ. അതിന് മുകളിലായിട്ട് ഒരു നോസിൽ ഉണ്ടായിരിക്കും, ഒരു അടപ്പ് പോലത്തെ. ഇതിലേക്ക് എന്ത് ചെയ്യണം? അത് ആ നോസിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഓപ്പൺ ചെയ്യുക. എയിം ദ നോസിൽ. ദെൻ സ്ക്യൂസ് ദ ഹാൻഡിൽ. സ്ക്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്യൂസ് അതിന്റെ ഹാൻഡിൽ നമ്മളൊന്ന് നിക്കുക. എന്നല്ല പറയുന്നത്. സ്ക്യൂസ് ചെയ്യാന്ന് പറയുന്നത് പ്രസ് ചെയ്ത് പിടിക്കുക അല്ലെങ്കിൽ അവനെ അമർത്തുക. ഓക്കെ. ദെൻ എസ് ഫോർ എന്താണ്? സ്വീപ്പിന്റെ സൈഡ് ടു സൈഡ് മോഷൻ. ദെൻ എന്ത് ചെയ്യണം? ആ ഹാൻഡിൽ പ്രസ് ചെയ്തതിനു ശേഷം അവരിങ്ങനെ കാണിക്കുന്നുണ്ടല്ലേ നമ്മള് സൈഡ് ടു സൈഡ് മോഷൻസിലേക്ക്, അതായത് ടു സൈഡ്സിലേക്ക് എന്താണ് ഇതിനെ ചലിപ്പിച്ചുകൊണ്ട് എത്തിക്കൊണ്ടാണ് നമ്മൾ അതിനെന്ത് ചെയ്യുന്നത്? ആ ഫയർ നമ്മൾ അവിടെ അണയ്ക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു പ്രോട്ടോകോൾ പ്രകാരമാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇവിടെ നോക്കി എക്സ്റ്റിങ്ക്യൂഷർ, പുട്ട് ദ ഫയർ. എങ്ങനെയാണ്? പാസ് പ്രോട്ടോകോൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. P4 എന്തിനെ സൂചിപ്പിക്കുന്നു? പുൾ ദ പിൻ. പിന്നെ വലിക്കുക. Then aim the nozzle. S for squeeze. Squeeze എന്താണ്? ഹാൻഡിൽ നമ്മൾ സ്ക്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ഹാൻഡിൽ നന്നായിട്ട് പ്രസ് ചെയ്യുക. then അത് സ്വീപ്പ് ചെയ്യുക. ഇങ്ങനെയാണ് അത് ഉപയോഗിച്ച് തീ അണയ്ക്കുന്നത്.
ഓക്കെ. കോഡ് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് അറിയോ? ഇതിനെയാണ് ഫയർ അല്ലെങ്കിൽ സ്മോക്ക് അല്ലെങ്കിൽ ഓർഡർ ഓഫ് സംതിങ് ബേണിംഗ്. ആ ഒരു സമയത്താണ് നമ്മൾ കോഡ് റെഡ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അവിടെ ഉപയോഗിക്കുന്ന ഒരു ഫയർ മാനുവൽ ഇൻഫോർമേഷൻ നമ്പർ എത്രയാണ്? 5000 ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ റേസ് പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നത് R for rescue, then A for activate alarm, C for confirm and E for estimation. ഓക്കെ. ദെൻ മറ്റു ലൊക്കേഷൻസിലുള്ളവർക്ക് എന്താണ് പ്രത്യേകമായിട്ട് പറയുന്നത്? എന്താണ് അവര് പ്രത്യേകമായിട്ട് ഇപ്പൊ സ്മോക്ക് ഒക്കെ ആണെങ്കിൽ എന്താണ് എല്ലാ ഡോസിലേക്കും അല്ലെങ്കിൽ എല്ലാ റൂംസിലേക്കും വരാതിരിക്കാനായിട്ട് വിൻഡോസും ഡോർസും ഒക്കെ ഓപ്പൺ ക്ലോസ് ചെയ്ത് വെക്കുക. മറ്റൊരു ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത് വരെ ഒരിക്കലും ഒരു ലിഫ്റ്റ് സംവിധാനങ്ങളൊന്നും തന്നെ അവർ ഉപയോഗിക്കരുത്. അടുത്ത ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത് വരെ എന്താണ് ആ ഏരിയയിൽ തന്നെ തുടരുക. പിന്നെ നമ്മൾ എസ്റ്റിബ്യൂഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? പാസ് എന്ന പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു പ്രോസസ്സ് നമ്മൾ അവിടെ ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. കോഡ് റെഡ് ഒന്ന് വായിച്ചു നോക്കൂ. കോഡ് റെഡ് ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, വായിച്ചായിരുന്നോ? ഓക്കെ. ഇതൊക്കെ നിങ്ങളുടെ കമന്റ്സ് നോക്കിയാലേ. ഒരു കാര്യം, നമ്മുടെ ട്രൈഏജിന്റെ ഫ്ലോ ചാർട്ട് ഒന്ന് എടുത്ത് നിങ്ങള് ഇതിലൊരു കുട്ടി കമന്റ് ചെയ്തിരിക്കുന്നുണ്ടോ? ദൃശ്യ.
ഓക്കെ, ഇവിടെ ഫസ്റ്റ് നോക്കി നമ്മുടെ പേഷ്യന്റിന്റെ ബ്രീത്തിങ് 30 ബീറ്റ്സിൽ കൂടുതലാണെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം എന്നാണ് അല്ലെ? ടെക്സ്റ്റിൽ നമ്മുടെ ടെസ്റ്റിൽ അങ്ങനെ തന്നെയല്ലേ? ബീറ്റ്സിൽ കൂടുതലാണെങ്കിൽ എന്താണ്, നമുക്ക് നോർമൽ ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റില്ലേ? കുറവുള്ളവർക്കല്ലേ എത്രയും പെട്ടെന്ന്. സോറി, ഇങ്ങോട്ട് ഇവിടെ മാറിക്കിടന്നാണ് ഈ പറയുന്നത് താൻ ദൃശ്യ. ദൃശ്യ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ. ഒന്ന് നോക്കാമോ? ടെക്സ്റ്റ് ഒന്ന് നോക്കുമോ പിള്ളേരെ? നമ്മളൊരാളുടെ ബ്രീത്ത് എടുത്തിട്ട് നോക്കുന്ന സമയത്ത് ഓക്കെ, ആ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം എന്നാണ് കിടക്കുന്നത് അല്ലെ? കൂടുതലാവുന്ന സമയത്ത് അപ്പൊ ടെക്സ്റ്റിൽ അങ്ങോട്ടേക്ക് മാറിയാണ് കിടക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? ബീറ്റ്സ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? ഹാർട്ട് ബീറ്റ് കൂടുതലാണെങ്കിൽ 30 ബീറ്റ്സിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? എടോ അതിലങ്ങനെ മാറിക്കിടക്കണാണ് കേട്ടോ, അതിലങ്ങനെ മാറിക്കിടക്കുന്നതാണത്. ഓക്കെ, ഇനി ബീറ്റ്സ് കുറവാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആളുടെ റേഡിയൽ പൾസ് ഓക്കെ ആണോ ചെക്ക് ചെയ്യും അല്ലെ? റേഡിയൽ പൾസ് ഓക്കെ ആണോ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ യെസ് ആണെങ്കിൽ എന്താണ്, ആളുടെ മെന്റൽ സ്റ്റാറ്റസ് നോക്കും. അല്ലെന്നാണെങ്കിൽ എന്താണ്, ബ്രീതിങ് കൺട്രോൾ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കും ബീറ്റ്സ് കുറവുള്ളവർക്ക്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ആണോ? ഇത് രണ്ടും പറയുന്നുണ്ട്. സ്റ്റാർട്ടില് റെസിപ്രേഷൻ കൂടുതലുള്ളവർക്കും കുറവുള്ളവരുടെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. സ്റ്റാർട്ടില് നമ്മൾ എന്താണ് റെസിപ്രേഷൻ നോക്കുന്ന മാത്രമേ പറഞ്ഞുള്ളൂ അല്ലെ? ഇവിടെയാണ് ഫ്ലോ ചാർട്ടിലാണ് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അവിടെ അത് കൊടുത്തിട്ടില്ല എന്നുള്ളു കേട്ടോ. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് കോഡ് പിങ്ക് ആണ് കേട്ടോ. റെസ്പോൺസ് കോഡ്സില് നെക്സ്റ്റ് പഠിക്കുന്നത് കോഡ് പിങ്ക്. Code pink is activated when an infant or child is confirmed missing in the NICU or labor room, ward, or from the pediatrics ward. Code pink നമ്മൾ പുറപ്പെടുവിക്കുന്നത് ഒരു കുഞ്ഞ് മിസ്സാവുന്ന സമയത്താണ് അല്ലെ? പ്രത്യേകിച്ച് NICU എന്നോ അല്ലെങ്കിൽ ലേബർ റൂമിൽ നിന്നോ വാർഡിൽ നിന്നൊക്കെ കുഞ്ഞ് അല്ലെങ്കിൽ പീഡിയാട്രിക് ഫ്ലോറിൽ നിന്ന് കുഞ്ഞ് മിസ്സാവുന്ന സമയത്താണ് നമ്മൾ കോഡ് പിങ്ക് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, upon learning of an infant or child missing, notify the security supervisor immediately. ഒരു കുഞ്ഞ് അവിടെ മിസ്സിംഗ് ആണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റി സൂപ്പർവൈസറെ 1745 എന്ന നമ്പറിലേക്ക് നമ്മൾ എന്താണ് ഇൻഫോം ചെയ്യും. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇൻഫോം ചെയ്യുന്നു. Secure the immediate area if possible. Allow no one to enter or exit until the arrival of security staff. ആ ഒരു സമയം വരെ നമ്മളെ സെക്യൂരിറ്റി സ്റ്റാഫ് എത്തുന്നത് വരെ എന്താണ്, ആരകത്തു നിന്ന് പുറത്തേക്ക് വിടാനായിട്ട് പാടുള്ളതല്ല അല്ലെ? ഓക്കെ, allow no one to enter or exit. No one to enter or exit until the arrival of security staff. സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെ എന്താണ്, അത്തരത്തിലൊരു കാര്യം നമ്മൾ അവിടെ നിയന്ത്രിക്കേണ്ടതാണ്. ഓക്കെ, ആരെയും തന്നെ എന്താണ് പുറത്തേക്ക് പോകാനോ അനുവദിക്കരുത്. ഓക്കെ, പിന്നെ നമ്മൾ ആ ഒരു സമയം കൊണ്ട് എന്താണ് ആ ഒരു പ്രദേശം നമ്മൾ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യണം. അതായത് സ്റ്റെയർവേസ്, ലഗേജസ്, വെയിറ്റിംഗ് റൂംസ്, റെസ്റ്റ് റൂംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യാം. ഓക്കെ, അദ്ദേഹം എത്തുന്നത് വരെ. പിന്നെ അദ്ദേഹം എത്തിയതിനു ശേഷം എന്താണ്
Question anyone carrying a large leather bag. ഇനി നമുക്ക് സംശയാസ്പദമായിട്ട് ആരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവിടെ ചോദ്യം ചെയ്യാം. എങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ചോദ്യം ചെയ്യേണ്ടത്? ഇപ്പോൾ ലാർജ് ആയിട്ടുള്ള ഡഫൽ ബാഗ്സ്, നമ്മളെ കുഞ്ഞുങ്ങളെയൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ബാഗ് കണ്ടിട്ടില്ലേ? ഇങ്ങനെ നമ്മുടെ ചെണ്ടയുടെ ആകൃതിയുള്ള ഡഫൽ ബാഗ്സുകൾ, 2 വള്ളിയുള്ളത് കണ്ടിട്ടുണ്ടോ? കാണിച്ചു തരാം. കാണാൻ പറ്റുമോ നോക്കി? കണ്ടോ? ഇതാണ് ഡഫൽ ബാഗ്സ് എന്ന് പറയുന്നത് കേട്ടോ. കണ്ടോ? കാണുന്നുണ്ടോ? കാണാമോ നിങ്ങൾക്ക്? യെസ്. ഓക്കെ. അങ്ങനെയൊക്കെ ആരെങ്കിലും ബാഗ്സ്, ഇത്തരത്തിലുള്ള ഡഫൽ ബാഗ്സ് ഒക്കെ വലുതിൽ കൊണ്ടുപോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, അല്ലെങ്കിൽ വല്ല പാക്കേജസ് ആയിട്ട് പാക്ക് ചെയ്തോ, അല്ലെങ്കിൽ ചിലവരെന്താണ് ക്ലോത്തിന്റെ അടിയിൽ, ഡ്രസ്സിന്റെ അടിയിലൊക്കെ ഇങ്ങനെ മറിച്ചു കൊണ്ടുപോകുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ സംശയമായി കാണുന്ന ആരെയും നമ്മൾക്ക് എന്ത് ചെയ്യണം? ആ ഒരു സമയത്ത് അവർ അവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് അനുവദിക്കും. ഓക്കെ. Then in the event that someone is observed that first into the above category, call security and do not lose sight of that person. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു പേഴ്സണെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹത്തിനെ പുറത്തേക്ക് വിടാതെ അയാളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് നമ്മൾ ആ സെക്യൂരിറ്റി സ്റ്റാഫിനെ വിവരം അറിയിക്കുക. ഒരിക്കലും അയാളെ വിടാനായിട്ട് അനുവദിക്കും. ഓക്കെ. ഇത്തരം മെറ്റീരിയൽസ്, ഇത്തരം പ്രൊസീജിയറിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ബാഗിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാർജ് ബോക്സസോ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ മറച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മൾ വീഡിയോസിലും സിനിമയിലൊക്കെ കാണുന്നത് പോലെ. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആളെ ഒബ്സർവ് ചെയ്യാൻ, ഒരിക്കലും ആളെ വിടാനായിട്ട് സമ്മതിക്കരുത്. Then if that suspected person attempts to leave the building prior to the arrival of security officers, do attempt to stop the person in any way possible. If the person does get into a vehicle, get a good description of the vehicle and the vehicle number and notify security. Okay. ഇനി ആ സസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ നമ്മളിപ്പോ പിടിച്ചു വെക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്താണ്, ചിലപ്പോൾ രക്ഷപ്പെടാനൊക്കെ ശ്രമം നടത്തി കഴിഞ്ഞാൽ പോലും എന്താണ്, ആ സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നവരെ ചിലപ്പോൾ എന്താണ് നമുക്ക് ചിലപ്പോൾ പിടിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ അയാള് ആ ഒരു അറ്റംപ്റ്റ് നടത്തി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പോലും എന്താണ് നമ്മള് എന്ത് ചെയ്യണം? ആളെങ്ങോട്ടാണ് പോകുന്നത്, ഏത് വെഹിക്കിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, വെഹിക്കിളിന്റെ നമ്പർ അല്ലെങ്കിൽ ആ വെഹിക്കിളിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് നമ്പർ എങ്കിലും ക്യാച്ച് ചെയ്യാം. ഓക്കെ. ദെൻ ഉടനടി തന്നെ എന്ത് ചെയ്യണം? നമ്മളത് സെക്യൂരിറ്റിനെ നോട്ടിഫൈ ചെയ്തിട്ട് അത് എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കേണ്ടതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ കോഡ് പിങ്ക് ഏത് സമയത്താണ് പുറപ്പെടുവിക്കുന്നത്? ഒരു കുഞ്ഞ് NICUവിൽ നിന്നോ ലേബർ റൂമിൽ നിന്നോ അല്ലെങ്കിൽ വാർഡിൽ നിന്നോ അല്ലെങ്കിൽ പീഡിയാട്രിക് ഫ്ലോറിൽ നിന്നോ മിസ്സാവുന്ന സമയത്താണ് കോഡ് പിങ്ക് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ. ആ ഒരു സമയത്ത് നമ്മൾ 1745 എന്ന സെക്യൂരിറ്റി നമ്പറിലേക്കാണ് ഓപ്പറേറ്റർ അറിയിച്ചത്, സെക്യൂരിറ്റി സൂപ്പർവൈസറിനെ അറിയിക്കുന്നത് ഇൻഫാന്റ് മിസ്സിംഗ് ആണെന്നുള്ളത് അറിയിക്കുന്നത് കേട്ടോ. ദെൻ നമ്മൾ ആ ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് എത്തുന്നത് വരാനുള്ള ആ ഒരു പ്രദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്തൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് സ്റ്റെയർവേസ്, ലഗേജസ്, വെയിറ്റിംഗ് ഏരിയാസ് ഒക്കെ എന്താണ്, റെസ്റ്റ് റൂംസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയാസ്പദമായിട്ട് കാണുന്ന ആരെ വേണമെങ്കിലും നമുക്ക് എന്താണ്, പ്രത്യേകിച്ച് ഇങ്ങനെ ബാഗുകളിലും മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവരൊന്ന് ചെക്ക് ചെയ്യുക, ഒബ്സർവ് ചെയ്ത് വെക്കുക. പിന്നെ എന്താ, ആ ഒരു സെക്യൂരിറ്റി ഓഫീസേഴ്സ് അവിടെ എത്തുന്നത് വരെ ഒരിക്കലും അവരുടെ അവിടെ മിസ്സാവാതിരിക്കാനുള്ള രീതിയിൽ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്തിട്ട് അവിടെ എന്താണ് പിടിച്ചു നിർത്താം. ദെൻ അദ്ദേഹം ഒരു രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ, ആ കുഞ്ഞിനെ കുത്തുന്നോളം ആള് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ നമുക്ക് ചിലപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല അല്ലെ. ചില സമയത്ത് ചിലപ്പോ അയാളുടെ കയ്യിൽ എന്തെങ്കിലും മറ്റ് ആയുധങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ സെക്യൂരിറ്റി സ്റ്റാഫ് വന്നവരെ നമ്മൾ മാക്സിമം പിടിച്ചു നിർത്താം. ഇൻ കേസ് അത് രക്ഷപ്പെടുകയാണെങ്കിൽ എന്താണ്, ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ആളുടെ ഒരു ഫുൾ ഡിസ്ക്രിപ്ഷൻസ് നോക്കാൻ, ഏത് വാഹനമാണ് ഉപയോഗിക്കുന്നത് നോക്കിയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റി സ്റ്റാഫിനെ നോട്ടിഫൈ ചെയ്യും. ഓക്കെ. മനസ്സിലായോ കോഡ് പിങ്ക് എന്താണെന്ന്? ഓക്കെ ആണോ? കോഡ് ഓറഞ്ച്. കോഡ് ഓറഞ്ച് എന്താണ്?
hazardous materials spill such as chemical spill, mercury spill, gas leakage, hazardous drug spill, etc. Okay, hazardous materials spill requires immediate attention to prevent contamination of the environment. Okay, നമുക്കറിയാം കോഡ് ഓറഞ്ച് എന്തിനു വേണ്ടിയാണ് പുറപ്പെടുവിക്കുന്നത്? hazardous material അപകടകരമായിട്ടുള്ള സ്പിൽ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കെമിക്കൽ സ്പില്ലേജോ മെർക്കുറി സ്പില്ലോ അങ്ങനെ ഏതുതരം സ്പില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് അപകടകരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ട എന്താണ് സ്പില്ലുമായി റിലേറ്റ് ചെയ്തിട്ടാണ് കോഡ് ഓറഞ്ച് നമ്മൾ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു ഭാഗത്തേക്ക് അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു കണ്ടാമിനേഷൻ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പുറപ്പെടുവിക്കുന്നത്? കോഡ് orange alertation കൊടുക്കുന്നത്. Okay. If the spill is in your work area, remove the people patients from the area. Immediately call the operator to initiate the code orange. Okay. ഞാൻ സ്പില്ല് നോക്കിയിട്ട് ആ ഏരിയയിലുള്ള എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം? ആളുകളെല്ലാം ഉദ്ദേശിച്ച ആളുകളെയും പേഷ്യൻസിനെയൊക്കെ നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ സ്പിൽ ഏരിയയിൽ നിന്ന് റിമൂവ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് ഓപ്പറേറ്ററെ വിളിച്ചതിന് ശേഷം കോഡ് ഓറഞ്ച് അലർട്ടേഷൻ കൊടുക്കുക. ഓക്കെ. Alert other areas in the area, confine the spill of possible to do safely, cordon off the area and post warning signs. Do not attempt to clean up any spill without appropriate PPE. Use an appropriate spill kit after cleanup. Dispose of all PPE and spill materials and hazardous waste. ഇനി നമ്മൾ ആ ഒരു ഏരിയ എന്താണ് സജീവപ്പെടുത്തണം. അലർട്ടേഷൻ കൊടുത്തതിന് ശേഷം എല്ലാവരെ മാറ്റിയതിനു ശേഷം എന്താണ് സേഫ് ആയിട്ട് തന്നെ ആ ഒരു ഏരിയ നമ്മൾ വാർണിംഗ് സൈൻസ് ഒക്കെ കൊടുത്ത് ആൾക്കാർ എല്ലാ രീതിയിലും റിമൂവ് ചെയ്തതിന് ശേഷം ഒരിക്കലും നമ്മൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ സ്പില്ലേജ് പഠിച്ചിട്ടുണ്ട് അല്ലെ, ക്ലീൻ ചെയ്യാൻ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് അതുമായിട്ട് സമ്പർക്കം ചെയ്യാൻ പാടുള്ളൂ. നിർബന്ധമായിട്ട് നമ്മൾ എന്ത് വെയർ ചെയ്തിരിക്കണം? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വെയർ ചെയ്തിട്ട് മാത്രമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ സ്പില്ലുമായിട്ട് സമ്പർക്കം വരേണ്ടത്. ഓക്കെ, എന്താണ് ആ ചോർച്ച പരിമിതപ്പെടുത്താനായിട്ട് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള PPE യൂസ് ചെയ്യുക. ദെൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്കിൽ കിറ്റുകൾ ഉപയോഗിക്കണം. ഏതുതരം സ്കില്ലേജ് ആണോ അതിനനുസരിച്ചുള്ള സ്കിൽ കിറ്റുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് അതിനെ റിമൂവ് ചെയ്യുന്നത് അല്ലെ. ഇനി ക്ലീനപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു ഏരിയ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം എന്താണ്? ഡിസ്പോസ് ഓഫ് ഓൾ PPE and spill material as hazardous waste. അറിയാലേ, PPE നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മുടെ അപകടകരമായിട്ടുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുന്ന ഹസാഡസ് ബാഗിലേക്കോ കണ്ടെയ്നേഴ്സിലേക്കോ ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, യെസ്. Then account for all people in the area during the cleanup procedure. If the skin is contaminated, wash the area with the soap and water for at least 5 minutes or shower thoroughly. ഇനി നമ്മൾ ആ സ്കില്ലുമായിട്ട് സമ്പർക്കം PPE ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അത് ഉപയോഗിച്ചതിന് ശേഷം എന്താണ് നമ്മുടെ സ്കിൻസിൽ ഏതെങ്കിലും തരത്തിൽ എന്താണ് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് നിർബന്ധമായിട്ട് ആ ഏരിയ നല്ല രീതിയിൽ നമ്മള് നല്ല രീതിയിൽ പ്രത്യേകിച്ചൊരു സോപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് 5 minutes എങ്കിലും കൈകൾ നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ടായിരിക്കണം. Then notify ICN, nursing supervisor, CMO if an accidental exposure occurs. Seek medical help immediately. ഇനി ICN ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ICN ആരാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്. ഓക്കെ, യെസ്. നമ്മളപ്പോ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സിങ്ങിന് അല്ലെങ്കിൽ സൂപ്പർവൈസർ അല്ലെങ്കിൽ സിഒ എന്താണ് ഈ എക്സ്പോഷറിനെ കുറിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻസ് കൊടുക്കുക. പിന്നെ മെഡിക്കൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അത് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് എടുക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ ഈ പഠിക്കുന്ന ഒരു കാര്യവും ഇതിൽ ചോദിക്കാൻ പോകുന്നില്ല. ഹസാഡ് കോഡ് ഓറഞ്ച് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇതിന്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും തന്നെ പഠിച്ചു വെക്കണമെന്നില്ല കേട്ടോ. ഇതൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല ഇതുവരെ. അപ്പൊ ഏത് കോഡ് ഏതിനെ ഡിനോട്ട് ചെയ്യുന്നത് മാത്രം പഠിച്ചു പോവാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ഞാൻ അണ്ടർലൈൻ ചെയ്തുതരാം, അതിനനുസരിച്ച് പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ 3 കോഡ്സ് ആണ്. ഒന്ന് ഫയർ, കോഡ് റെഡ് ഫയറിനെ സൂചിപ്പിക്കുന്നു. കോഡ് പിങ്ക് ചൈൽഡ് ഓർ ഇൻഫാന്റ് മിസ്സിംഗ്. കോഡ് ഓറഞ്ച് എന്താണ്?
hazardous materials spill അല്ലേ? ഓക്കെ, ക്ലിയർ ആണോ? അതുവരെ 3 കോഡുകളും ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കൂ. കോഡ് ഓറഞ്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് കോഡ് ബ്ലൂ നമുക്കറിയാം അല്ലെ, കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി അറസ്റ്റ് ആണ് കോഡ് ബ്ലൂ. ഓക്കെ, report by dialing emergency operator number 2264 begin CPR on ACLS protocol, remove visitors from the area or room. ഓക്കെ, കോഡ് ബ്ലൂ എന്തിനാണ്? കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള അലർട്ടേഷൻ ആണ്. ആ ഒരു സമയത്ത് എന്താണ് നമ്മൾ 664 എന്ന നമ്പറിലേക്കാണ് എമർജൻസി ഓപ്പറേറ്ററിന്റെ വിവരം അറിയിക്കുന്നത്. അപ്പൊ തന്നെ എന്താണ് CPR ACLS സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് CPR അറിയാലോ, കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. ACLS എന്താണ്? ACLS പഠിച്ചിട്ടുണ്ടോ? അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. കേട്ടോ, ഒന്ന് നോട്ട് ചെയ്യണേ, അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് ആ ഒരു പ്രോട്ടോകോൾ. അപ്പൊ CPRഉം ACLS എന്ന പ്രോട്ടോകോൾസ് അവിടെ ആരംഭിക്കുകയും ചെയ്യുന്നു. വിസിറ്റേഴ്സിനെ മറ്റുള്ളവരെയൊക്കെ എന്താണ് റിമൂവ് ചെയ്യുന്നു. മറ്റ് ഏരിയാസിലുള്ളവരെല്ലാവരും തന്നെ നമ്മൾ റിമൂവ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ദെൻ അതിനുശേഷം എന്താണ് ഫോളോ കോഡ് ഡു പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. കോഡ് ബ്ലൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ സെൻഡ് ഫെലബോട്ടമി ആൻഡ് ECG സർവീസസ്. ഫെലബോട്ടമി പഠിച്ചിട്ടുണ്ടല്ലോ, ആരാണ് ഫെലബോട്ടമി എന്ന് പറയുന്നത്? നമ്മള് ആരെയാണ് ഫെലബോട്ടമി ആൻഡ് ECG സർവീസ്? ECG അറിയാലോ, ECG സർവീസ് ചെയ്യുന്ന ഓക്കെ റേഡിയോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ECG സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഫെലബോട്ടമി എന്ന് പറയുന്ന ആരാണ്? പഠിച്ചിട്ടുണ്ടോ ഫെലബോട്ടമി? എങ്ങനെയുള്ളവരാണ് നമ്മൾ പറയുന്നത്? യെസ്, വെരി ഗുഡ്. പേഴ്സൺസ് ഗ്യാദേഴ്സ് ബ്ലഡ് സാമ്പിൾസ്. ബ്ലഡ് കളക്ട് ചെയ്യാൻ വരുന്നവരെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫെലബോട്ടമി എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, വെരി ഗുഡ്. യെസ്, അപ്പോ കാർഡിയാക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ അവിടെ ആരംഭിക്കുകയാണ്. Then resume normal operations. Only designated teams members will respond to the CPR area. ഇനി നോർമൽ ഓപ്പറേഷൻസ് എല്ലാം തന്നെ റെസ്യൂം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡെസിഗ്നേറ്റേഴ്സിലെ ടീം മെമ്പേഴ്സ് മാത്രമേ ഒരിക്കുള്ളൂ പ്രത്യേകിച്ച് ആ ഒരു CPR ഏരിയയിൽ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ കോഡ് ബ്ലൂവില് ഈ ACLS എന്ന് മാത്രം നിങ്ങൾ പഠിക്കണം കേട്ടോ. ACLS അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് എന്നുള്ള ഭാഗം ഒന്ന് പഠിക്കണം. കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അലർട്ടേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങളുടെ എക്സാമിന്റെ ഡേറ്റ് വന്നോ? ഇല്ല. ഓക്കെ, ജനുവരിക്കുള്ളിൽ തീരും കേട്ടോ. ജനുവരി നമുക്ക് നിങ്ങളുടെ പോർഷൻസ് ഒക്കെ തീരും. അടുത്ത മാസം കുറച്ച് ദിവസം കൂടെ ഉള്ളു കേട്ടോ. Then കോഡ് യെല്ലോ. നെക്സ്റ്റ് മന്ത് എന്തായാലും എക്സാം ഉണ്ടാവും ജനുവരിയിൽ കേട്ടോ. അടുത്ത മാസം 1-2-3 പോർഷൻസ് അല്ലേ ഉള്ളൂ. എനിക്കിനി ഒരു പോർഷൻസ് കൂടി എടുക്കാനുള്ളത് കേട്ടോ. ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് കൂടി കഴിഞ്ഞാൽ കോഡ് യെല്ലോ എന്താണ് ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ, എടുക്കുന്നില്ല കേട്ടോ. കോഡ് യെല്ലോ എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെയാണോ? എക്സ്റ്റേണൽ ഡിസാസ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെ കാറ്റഗറിയാണ് എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ?
ഫസ്റ്റ് പഠിച്ചിരുന്നു നമ്മൾ ഇന്റേണൽ ഡിസാസ്റ്ററും എക്സ്റ്റേണൽ ഡിസാസ്റ്ററും കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചിരുന്നു അല്ലെ? ആ ഏതൊക്കെയാണ്? ആക്സിഡൻസുകൾ വരാം, ചുഴലിക്കാറ്റുകള്, പിന്നെ സുനാമി, എർത്ത്, പിന്നെ ട്രെയിൻ ആക്സിഡൻസ്, ബോട്ട് ആക്സിഡൻസ്. ഓക്കെ. ഫയർ ഏത് തരം ഡിസാസ്റ്റർ ആണ്? ഫയർ എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ? ഇന്റേണൽ ഡിസാസ്റ്റർ. ഓക്കെ. കോഡ് യെല്ലോ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ, പ്രത്യേകിച്ച് എക്സസീവ് നോർമലിൽ കൂടുതൽ എക്സസീവ് ആയിട്ടുള്ള പേഷ്യൻസ് വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് കോഡ് യെല്ലോ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അതാ കോഡ് യെല്ലോ, 3 കോഡും കൂടി ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നാളെ ഉണ്ടല്ലോ അല്ലെ? നാളെ ഇല്ലേ ക്ലാസ്? ആദ്രാസ് ലീവ് ആയതുകൊണ്ട് കയറിയതാട്ടോ. ഓക്കെ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. നിങ്ങൾ പതിയെ പഠിച്ചു തുടങ്ങിക്കോട്ടോ. അടുത്ത മാസം എക്സാം ആണ്. പതിയെ തുടങ്ങിക്കോളൂ. ഇൻഫർമേഷൻ അറിയിക്കോ കേട്ടോ. താങ്ക് യു.